യോ ഗൂഗു ഗാഗാസ് വെൽക്കം ബാക്ക്. അങ്ങനെ ഞാൻ 10K അനൗൺസ് ചെയ്ത ഒരു Q&A വീഡിയോ ഉണ്ടായിരുന്നു, ഓർക്കണ്ടോ? നിങ്ങളത് ചോദിച്ചു മടുത്തു എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഇപ്പൊ എന്നെ മറ്റേ ഹൾക്ക് തോറിനെടുത്ത് പതക്കവും അടിക്കണ അത്ര ദേഷ്യം എന്നോടുണ്ടെന്ന് എനിക്കറിയാം. ബട്ട് എന്ത് ചെയ്യാനാ, ക്യാമറ കുറെ നേരം ഞാൻ ഓൺ ചെയ്ത് ചോദിക്കി, പക്ഷെ ആ വീഡിയോയുടെ ഒരു ഫ്ലോ വന്നില്ല. അറ്റ് ലാസ്റ്റ് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചു. എപ്പോഴാ? 35K ആയപ്പോ. അതെ, നമ്മൾ 35K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ആയി ഗോയ്സ്. Q&A വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളൂ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ കമന്റ് വന്ന ഒരു വീഡിയോ ഉണ്ട്. എന്താന്ന് നിങ്ങൾക്ക് അറിയോ? ഞാൻ അറിയാണ്ട് 1+1 11 എന്ന് പറഞ്ഞ് ഓർക്കണ്ടോ, എന്തുവാടെ 1000 കമന്റോ. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് ഇരുന്ന് എല്ലാത്തിനും റിപ്ലൈ കൊടുത്തുണ്ട്. ഒരെണ്ണം പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല, എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നുണ്ട്. എന്റെ കമന്റ് ബോക്സിൽ വന്ന ഒരു കമന്റ് പോലും ഞാൻ ഇന്നേ റിപ്ലൈ കൊടുക്കാണ്ടിരുന്നിട്ടില്ല, എല്ലാ കമന്റിനും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ Q&A സെക്ഷനിലേക്ക് കിടക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതിൽ നമുക്ക് പറയാം. ഫസ്റ്റ് ഈ പേര് എനിക്ക് പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് 1K ആയപ്പോൾ 1Kക്ക് തൊട്ട് മുമ്പ് വരെ കണ്ടിന്യൂസ് കമന്റ് ഇട്ട് കണ്ടിന്യൂസ് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തവരാണെന്ന് മിസ്റ്റർ ഗിൽഡർ, നാണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ DP എന്തോ ഒരു ആനിമേറ്റഡ് ഫിഗർ ആയിട്ടാണ്. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എൻ്റെ പേരെന്ത്? എൻ്റെ പേര് കുറേ വീഡിയോസിൽ, ഈ വീഡിയോസിന് മാത്രമല്ല കുറച്ചധികം വീഡിയോസിൽ വന്നിട്ടുണ്ട്. എൻ്റെ പേര് കേൾക്കാൻ ഇത്ര ആഗ്രഹം, പക്ഷെ കേൾക്കുമ്പോൾ അത് മാറിക്കോളും. എൻ്റെ പേര് ദേവദർശ് എന്നാണ്. ഇഷ്ടമുള്ളവരും കുറച്ച് അടുപ്പമുള്ള ആൾക്കാർ ദേവാന്ന് വിളിക്കും, പക്ഷെ അത് ഇപ്പം ആരും വിളിക്കാറില്ല. പിന്നെ എൻ്റെ വീട്ടിൽ വിളിക്കണതും കോമൺ ആയിട്ടുള്ള പേരും എൻ്റെ അമ്പാടി എന്നാണ്. ആ ക്വസ്റ്റിന് തീരുമാനമായല്ലോ, സന്തോഷമായില്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് ചെയ്യാം. വീണ്ടും ഗിൽഡറാണ്. ഇത് ഗിൽഡർ മാത്രമല്ല, കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ പ്ലേസ് എവിടെയാണ്. എൻ്റെ പ്ലേസ് എറണാകുളമാണ്, എൻ്റെ സ്ഥലം എറണാകുളമാണ്. അപ്പം അതും കിട്ടിയല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ഇട്ട Q&A റിപ്ലൈ ആട്ടോ. വീട് എവിടെയാ, വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട് എറണാകുളത്താണ്. വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, പിന്നെ ഞാനുണ്ട്, പിന്നെ എനിക്കൊരു പട്ടിയുണ്ട്, ഒരു ഹസ്കി ഉണ്ട്. അപ്പം അതും കിട്ടിയില്ലേ? പിന്നെ അടുത്തൊരു കമന്റ്, ഡോഗ് ആൻഡ് ക്യാറ്റ് എന്നാണോ ഡോഗ് ഓർ ക്യാറ്റ് എന്നാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കൊരു പട്ടിയാണുള്ളത്. എനിക്ക് പൂച്ചേനേക്കാൾ കൂടുതൽ പട്ടികളെയാണ് ഇഷ്ടം. അതിനും കിട്ടിയില്ലേ? പിന്നെ എൻ്റെ വീഡിയോയിൽ കൂടുതൽ പിള്ളേരെ കമന്റ് ഇടണമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ടൈപ്പിംഗ് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോ ആ ഒരു രീതിയിലാക്കിയത്. സോ എനിക്കറിയാം നിങ്ങൾ കുറേ ലിറ്റിൽ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ടെന്ന്. ആൻഡ് ഓൾവേസ് ഞങ്ങൾ റിപ്ലൈ തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ എല്ലാത്തിനും റിപ്ലൈ തന്നെ കേട്ടോ. നിങ്ങൾ എന്ത് കമന്റ് ഇട്ടോ എന്ത് ചോദിച്ചാലും റിപ്ലൈ ആണ്. പിന്നെ പേഴ്സണലായിട്ടോ അല്ലാണ്ട് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഉണ്ട്. അതിന് ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഒന്നെങ്കിൽ ലിങ്ക് താഴെ കൊടുത്താക്കാം, അല്ലെങ്കിൽ ഇതേ സെയിം പേര് തന്നെയാണ്, SREEEIII. അതിനൊരു നടുക്കൊരു കുത്തും കൂടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ID ഇവിടെ കൊടുത്താക്കാം. താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക, DM ചെയ്യുക. ഓക്കെ, നമുക്ക് എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സ് എത്രയായി പഠിക്കുന്നു? എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി, പക്ഷെ ടൈപ്പ് ചെയ്തേക്കണം വേറെ എന്താണ്. എൻ്റെ വയസ്സ് എത്രയാണ്, ഞാൻ എത്രയിലാണ് പഠിക്കുന്നത് എന്നല്ല ഉദ്ദേശിച്ചേ. പറയാം, എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് കഴിഞ്ഞ് 2.5 മാസമായി. 18 വയസ്സ് കഴിഞ്ഞ് 2.5 മാസം പഠിക്കുന്ന കേസ്. ഞാൻ +2 പഠിച്ചു കഴിഞ്ഞു. +2 ഞാൻ പാസ് ഔട്ടായി. പിന്നെ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയി. ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി ഇരിക്കുക. ഇത്ര ഇപ്പം അറിയാം. ഓക്കെ, ഇത്ര ഇപ്പം അറിഞ്ഞാൽ മതി കുട്ടേ. ഹൈ, അപ്പം നമുക്ക് അടുത്തയിലേക്ക് പോകാം. ബ്രോ ഭയങ്കര ലുക്കാണ്. സൂര്യാനിൽ. ഹായ് സൂര്യാനിൽ. പറയണ്ടായിരുന്നു, എന്നാലും ഇഷ്ടപ്പെട്ടു, കമൻറ്റ് ഇഷ്ടപ്പെട്ടു. ഇത് ഒരാളല്ല പറഞ്ഞ, കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഐ ആം യുവർ ബിഗ് ഫാൻ. ബിഗ് ഫാൻ. താങ്ക് യു, ഓണസ്റ്റ്ലി താങ്ക് യു. അടുത്തത് ഐ ആം ബിഗ് ഫാൻ. അങ്ങനെ ആർ യു മാരീഡ്? എടാ നിനക്കൊക്കെ എന്താ എന്റെ കണ്ടിട്ട് നിനക്ക് അത്ര പ്രായം തോന്നിക്കണ്ടോ? വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മാമ എനിക്കൊരു RC കാർ വാങ്ങിച്ചു തരുമെന്ന്. ഞാനൊക്കെ നിന്റെ ക്രിസ്മസ് അപ്പൂപ്പനാ? നിനക്ക് എന്നെ കണ്ടിട്ട് ക്രിസ്മസ് അപ്പൂപ്പനായിട്ട് തോന്നുന്നുണ്ടോ? RC കാർ വാങ്ങിച്ചു തരുമെന്ന്. പിന്നെ ഒരുത്തൻ അതെന്തേ, എനിക്ക് കിഡ്സിന്റെ ഒരു ബൈക്ക് വാങ്ങിച്ചു തരുമെന്ന്. എടാ ഞാൻ വീഡിയോ അല്ലടാ, ഞാൻ പിന്നെ എടുത്ത് വീഡിയോ എടുത്ത് കണ്ടപ്പോഴാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വീഡിയോ. നിങ്ങൾ എന്ത് കമന്റ് ഇട്ടോ ഞാനൊക്കെ റിപ്ലൈ തരാമെന്നാ പറഞ്ഞത്, ഞാൻ വാങ്ങിച്ച് തരാമെന്നല്ല പറഞ്ഞത്. എനിക്കറിയാം ഈ കമന്റ് ഇടുന്ന കുറച്ച് പിള്ളേരാണെന്ന്. എടാ എന്റെ കണ്ടിട്ട് എനിക്ക് സാന്റാക്ലോസ് ആയിട്ട് തോന്നുന്നുണ്ടോ? ക്രിസ്മസിന് ഗിഫ്റ്റ് തന്നെ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ ഈ സെറ്റപ്പൊക്കെ ഉള്ളു, പാവം പക്ഷേ. പിന്നെ കുറേ ബിഗ് ഫാൻ എല്ലാത്തിനും റിപ്ലൈ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ വീണ്ടും ഗിൽഡറാണ്. ബ്രോ കൺഗ്രാജുലേഷൻ, എക്സാം ഒക്കെ ആയതുകൊണ്ടാ കുറച്ച് ലേറ്റ് ആയേ. എനിക്കിത് മനസ്സിലായി. കുറച്ച് ആളുകളുടെ കമന്റ് കാണാണ്ടിരുന്നായിരുന്നു. ഞാനും വിചാരിച്ചു പോയോ
കാരണം എൻ്റെ വീഡിയോസിൻ്റെ വെറുത്ത് പോയതാന്ന് എനിക്ക് വെച്ചത്, പക്ഷെ തിരിച്ചു വന്നിരുന്നു. എന്താ അടുത്തത് വീണ്ടും സൂര്യ അനിൽ ബ്രോ ഗിവ് അവേ മസ്റ്റ് ആണ്. ചെയ്യാം. സൈസ് നമ്മുടെ നെക്സ്റ്റ് കമന്റാണ്. മൈ നെയിം ഈസ് ജോയൽ, പ്ലീസ് നെക്സ്റ്റ് വീഡിയോയിൽ ടോക്ക് അബൌട്ട് മീ. ഹായ് ജോയൽ, സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ ടോക്ക് ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലായി, അതുകൂടി പറയാൻ നമുക്ക് ചോദിക്കായിരുന്നു. എന്തായാലും ഹായ് ജോയൽ, സുഖമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നെക്സ്റ്റ് കമന്റ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ബ്രോ ഐ സപ്പോർട്ട് ഫോർ യുവർ 1 million സബ്സ്ക്രൈബേഴ്സ് ആൻഡ് യു ആർ ദ ബെസ്റ്റ് യൂട്യൂബർ ഇൻ മൈ ഒപ്പീനിയൻ. ഇഷ്ടപ്പെട്ടു ആ കമന്റ്, പെരുത്തങ്ങ് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കൊണ്ടു എങ്ങനെ ഇങ്ങനത്തെ ഒരു കമന്റ് ആദ്യമായിട്ട് തന്നെ ബിഗ് ഫാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ, നീ 1 million വരെ എൻ്റെ കൂടെ വെക്കോളൂ, ഇത് പെണ്ണാണോ ആണോ ആരെങ്കിലും ആവട്ടെ, 1 million വരെ കൂടെ വെക്കോളൂ, അത് കഴിഞ്ഞാലും കൂടെ വേണം. എന്ത് കമന്റ് ഇട്ടാലും റിപ്ലൈ വരും, എവിടെ മെസ്സേജ് അയച്ചാലും ഞാൻ റിപ്ലൈ വരും. എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു അഷ്ന ജിനു, താങ്ക് യു സോ മച്ച്. അടുത്ത കുറച്ച് കമന്റുകളാണ് ഞാൻ പറയാം. ബ്രോ എനിക്കൊരു ക്രെറ്റ കാർ തരുമോ, GTR, ഫുട്ബോൾ, കിഡ്സ് ബൈക്കർ, പിന്നെ RC കാർ. അതിനുള്ള റിപ്ലൈ നേരത്തെ തന്നാൽ ഞാൻ സാന്റാക്ലോസറാ, ഞാൻ ക്രിസ്മസ് അപ്പൂപ്പനാ. ഇനി എന്തെങ്കിലും അതൊക്കെ ഇടരുത്. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് കമന്റിലേക്ക് പോകാം. UV 980 ഒരു അക്കൗണ്ടിലാണ്. ബ്രോ മൈ ബർത്ത്ഡേ ആണ്, പ്ലീസ് വിഷ് മീ. ഞാൻ അന്ന് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, 10 മിനിറ്റ് മുമ്പ് ഇട്ട 10 മിനിറ്റിന് ശേഷം ഞാൻ അപ്പം റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഹാപ്പി ബർത്ത്ഡേ കുട്ടാന്ന് പറഞ്ഞ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോഴും ഞാൻ പറയുന്നു ഹാപ്പി ബർത്ത്ഡേ. സോ ഗൈസ് നമുക്ക് നെക്സ്റ്റ് കമന്റിലേക്ക് പോകാം. അഷിത ജോമോൻ, ലൈൻ ഉണ്ടോ? 3 ലൈൻ ഉണ്ട്. ഒന്ന് KCBയുടെ, ഒന്ന് ഏഷ്യാനെറ്റിന്റെ ഫൈബറിന്റെ, പിന്നെ ഒന്ന് ജിയോയുടെ ഫൈബറിന്റെ. 3 ലൈൻ ഉണ്ട്. നിനക്ക് ഏത് ലൈനാണ് വേണ്ടത്? ഒരെണ്ണം ഇപ്പൊ കട്ട് ചെയ്യും, എയർടെലിനെ മിക്കവാറും കട്ട് ചെയ്യും, അത് സുഖമില്ല. 3 എണ്ണം ഉണ്ടേ, പോടാ വിഷമിപ്പിക്കാണ്ട്. നെക്സ്റ്റ് കമന്റ് ആണ്, അതും സൂര്യനിൽ തന്നെയാണ്. ഐ ആം എ ബിഗ് ഫാൻ ഓഫ് യു, മൈ നെയിം ഈസ് അനന്യ, ഇത് നെക്സ്റ്റ് വീഡിയോയിൽ വിളിക്കാമോ പ്ലീസ്. അനന്യ പേര് കണ്ടിട്ട് കൊച്ചാന്ന് തോന്നുന്നു. അനന്യക്കുട്ടി ഹായ്, സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാ വീഡിയോസും, എൻ്റെ മിക്ക വീഡിയോസിലും ഈ അനന്യ എന്ന് പറഞ്ഞ കുറച്ച് കമന്റ് ഇടാറുണ്ട്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. അറിയുള്ളൂ. മിക്ക വീഡിയോയിലും ഉണ്ട്, മിക്ക വീഡിയോയിലുണ്ടോ കമന്റ്. ഗിൽട്ടർ, അനന്യ, പിന്നെ ജോയല്, അങ്ങനെ കുറച്ചധികം ആൾക്കാരുടെ കമന്റ്സ്, എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇനി ഞാൻ ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എന്ത് കമന്റ് ഇട്ടാലും ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കണം, മാക്സിമം റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഓരോന്നായിട്ട് എണ്ണി എല്ലാവരും നോട്ടീസും ചെയ്യേണ്ടി, എല്ലാവരും നോട്ടീസ് ചെയ്യുന്നുണ്ട്. അടുത്ത കമന്റ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. യു സോ ഹാൻസം റൈറ്റ്, ഓൾ ക്യൂട്ട്. ക്യൂട്ടാ? എൻ്റെ ഈ മോന്തെ കഴിഞ്ഞിട്ട് എങ്ങനെ നിങ്ങൾക്ക് ക്യൂട്ടാന്ന് പറയാൻ തോന്നുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതല്ലേ ഹാൻസം എന്ന് പറഞ്ഞതിന് നന്ദി. നജ്മ സി, താങ്ക്സ് അലോട്ട്. ഓക്കെ, നെക്സ്റ്റ് കമന്റ്. ചേട്ടാ ഐ എം യുവർ ബിഗ് ഫാൻ, ഐ ലൈക്ക് ദ ഹാഫ് ഓഫ് യുവർ വീഡിയോ. അതിന് എനിക്ക് പകുതി വീഡിയോ ഇഷ്ടപ്പെട്ടുള്ളൂ. നിങ്ങൾ കമന്റ് ഇട്, എന്റെ തെറ്റുകളെ കമന്റ് ഇട്. പക്ഷെ ആ 1+1 11 എന്ന് പറഞ്ഞിട്ട് 2 എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടോലെ അയക്കരുത്. കാര്യങ്ങൾ പറയൂ, എന്തൊക്കെയാ മാറ്റണം, എന്താ നിങ്ങൾ എൻ്റെ എക്സ്പെക്ട് ചെയ്യണത്, ഞാൻ നെക്സ്റ്റ് വീഡിയോ എന്തിനെ കുറിച്ച് ചെയ്യണം. നിങ്ങൾ പറഞ്ഞ എല്ലാ വീഡിയോസും ഞാൻ ചെയ്യുന്നുണ്ട്. സിബ്ലിങ്സ് തിങ്സ് ചെയ്യാൻ എൻ്റെ അടുത്ത് ഗിൽട്ടറാ പറഞ്ഞത്. സിബ്ലിങ്സ് തിങ്സ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. പിന്നെ സിബ്ലിങ്സ് തിങ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്തു. പിന്നെ കിഡ്സ് തിങ്സ് കുറച്ച് പേര് സജസ്റ്റ് ചെയ്തായിരുന്നു, അത് ഞാൻ ചെയ്തു. കിഡ്സ് തിങ്സിന്റെ കാര്യം പറഞ്ഞപ്പോളാ എൻ്റെ ആ കിഡ്സ് തിങ്സിന്റെ വീഡിയോ 1 million ക്രോസ് ആയി. താങ്ക്സ് എ ലോട്ട് ഗൈസ്. 1 million വ്യൂസ് ക്രോസ് ആയി. വേറെ 2 വീഡിയോയും കൂടി 1 million ക്രോസ് ആവാതിരിക്കുന്നുണ്ട്. അതും ഇന്നോ നാളെയോ അത് ക്രോസ് ആവും. അപ്പൊ എൻ്റെ ചാനൽ 1 million ക്രോസ് ആയിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക്സ് ടു യു. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. ബാക്സ് 777 144p ഒറിജിനൽ അല്ല എന്തായാലും. നിനക്ക് പെണ്ണുള്ളോ? എനിക്ക് പെണ്ണില്ല. എൻ്റെ വീട്ടിൽ ഒരു അനിയത്തി ഒരു അമ്മയുള്ളൂ. ഈ 2 പെൺപിള്ളേർ മാത്രമേ ഉള്ളൂ. ഇവിടെ പോടാ, എനിക്ക് പെണ്ണില്ല. സമാധാനമായില്ലേ? പോ. നെക്സ്റ്റ് കമന്റ്, മോസ്റ്റ് ഞാൻ വായിച്ച് ചിരിച്ച ഒരു കമന്റ് ആണ്. ഇത് ഇട്ടത് കൊച്ചാണോ അതോ വലിയ ആളാണോ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ ജാതി അമ്പലമാണോ പള്ളിയാണോ? രണ്ടും അല്ലടാ, ഞാൻ മനുഷ്യനാ. മനുഷ്യൻ, ഐ എം എ ഹ്യൂമൻ ബീയിങ്. പച്ച മനുഷ്യൻ, ഗ്രീൻ ആപ്പിൾ അല്ല ഗ്രീൻ ഹ്യൂമൻ. മറ്റേ സിനിമയിലൊക്കെ മറ്റേ പച്ച സൂട്ട് ഇടിക്കുന്ന നടക്കണല്ലേ, ആ മനുഷ്യനെ. ഇതുവാടാ ഇതൊക്കെ, പച്ചയായ മനുഷ്യൻ. പ്ലീസ് ഗീവ് മി എ കാർ. തരാം. എത്ര എണ്ണം വേണം? 1, 2, 3 ലംബോർഗിനി, ബുഗാട്ടി, എന്ത് കാറാണ് നിനക്ക് വേണ്ടത്? ഞാൻ പറയാം, നിനക്ക് കൊറിയർ അയച്ചു തരാം ഞാൻ. ഇവിടെ ഒരു GTR ഇരിപ്പുണ്ട്, അത് മതിയോ? പോടാ, നിനക്കൊക്കെ എന്താടാ വയ്യേ? പാവം ഞാൻ.
ഇപ്പോൾ മിണ്ടൂല. സോ ഗൈസ്, ഇത്രയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. കൂടുതൽ വന്നത് എൻ്റെ പേരും എൻ്റെ ഏജും എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നായിരുന്നു. എൻ്റെ പേര് ദേവദർശൻ എന്നാണ്. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞു. ആൻഡ് എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനീത്തി, പിന്നെ ഒരു പട്ടിയുണ്ട്. ഇത്രയൊക്കെയാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ 35K ഞാൻ ക്രോസ് ചെയ്തു. പെട്ടെന്നായിരുന്നു 10K 25K അതും 25K 35K ആയാലും ഒരു നല്ലൊരു സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. താങ്ക്സ് ടു യു ഗൈസ്. എനിക്ക് നല്ല രീതിയിൽ സന്തോഷമുണ്ട് ഇത്ര പെട്ടെന്ന് അതിൻ്റെ അകത്തേക്ക് ആവാൻ. എന്താ, താങ്ക്സ് ടു യു. പിന്നെ എനിക്ക് DM അങ്ങനെ എന്തെങ്കിലും മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ വലിയ ഫോളോവേഴ്സും വീഡിയോസും ഒന്നും ഇടാറില്ല. എൻ്റെ അക്കൗണ്ട് ഉണ്ട്, ഈ ശ്രീ എന്ന് പറഞ്ഞേ SREE.III 3 ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താക്കാം, കയറി മെസ്സേജ് അയച്ചാൽ. എന്താ, അത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.